സിയാറത്ത് കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ ഇടയിൽ ഉഹദ് മദീനത്ത് പോയവർ കണ്ടിട്ടുണ്ടാവും. ഉഹദിന്ന് തൻ്റെ വീട്ടിൽ മസ്ജിദ് നബവിയുടെ അടുത്തുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ ആ യാത്രക്കിടയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്? ഖാൽ, അന്നേരം പറഞ്ഞു, ഇഷ്തഖ്തു ഇലാ ഇഖ്വാനി, എൻ്റെ ഇഖ്വാനികളെ, എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ കൊതിച്ചുപോയി, എനിക്ക് അവരോട് വല്ലാത്തൊരു ആഗ്രഹം വന്നു. ഖാലു, ഇത് കേട്ടപ്പോൾ കൂടെയുള്ള സഹാബാക്കൾ ചോദിച്ചു, അവലസ്ന ഇഖ്വാനുക യാ റസൂലല്ലാഹ്, റസൂലേ നമ്മളല്ലേ നിങ്ങളുടെ ഇഖ്വാനികൾ, സഹോദരങ്ങൾ? ഖാൽ, റസൂലുള്ളാഹി പറഞ്ഞു, ലാ, നിങ്ങളല്ല, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ്, അനുയായികളാണ്. അമ്മ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫഖൗമുൻ യഅ്തൂന മിൻ ബഅദി, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു കൂട്ടക്കാരാണ്. യുഅ്മിനൂന ബി വലം യറൗനി, അവർ എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നെ ഉറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അവരെ കാണാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം വരും, അന്ന് കാണണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. മഹ്ശറിൽ ഹൗദിൻ്റെ അടുത്ത് നിന്ന് കാണണം, ഷഫാഇൻ്റെ സമയത്ത് കാണണം, അതിനുശേഷം ജന്നത്തുൽ ഫിർദൗസിലും ആ ഹബീബിൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം റസൂൽ നമ്മളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. കാണാതെ വിശ്വസിക്കുന്നവർ ഈമാൻ്റെ പവറാണ്. സഹാബാക്കളുടെ മുമ്പിൽ റസൂലുള്ള ശരീരത്തോടെ ഉണ്ട്, കാണുന്നു, തൊടുന്നു, മണക്കുന്നു, അനുഭവിക്കുന്നു. പക്ഷെ നമ്മളങ്ങനെയല്ല, ഇതുവരെ കണ്ടില്ല, ഹബീബിൻ്റെ ശരീരം മണത്തില്ല, നമുക്കൊരു ഇഹ്സാസ് ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖാണെന്ന കാര്യത്തിൽ. നമ്മളെ കാണാൻ റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ.